എന്തോ നിങ്ങൾ എന്നെ പറ്റി എഴുതി നശിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടല്ലോ. എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്. ഞാനറിയില്ല എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് വരാൻ താമസിച്ചതിനെ തുടർന്ന് താങ്കൾ ദേഷ്യപ്പെട്ടതായിട്ടാണ്. പ്രതിപക്ഷ നേതാവിന് ചേർന്ന് ഞാനെന്തിന് ദേഷ്യപ്പെടണം? ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ഞാൻ എന്തിനതിന് ക്ഷുഭിതനാവണം? പക്ഷേ എങ്കിൽ മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ ദീപ്തിയോട് ചോദിച്ചു, എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചു. 10 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സമയം 10:45 മറ്റായില്ലേ? 10:45 മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു, മണി ഇത്രയായോ, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു. അത് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എനിക്കതിനകത്ത് സതീശൻ അന്ന് അദ്ദേഹത്തിന് വേറൊരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം, ആലപ്പുഴ DCCയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു, YMCAയുടെ ചടങ്ങ്. അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയതുകൊണ്ടാണ്. ഏറെ വൈകിട്ടൊന്നുമില്ല, അദ്ദേഹം ടൈം വന്നിരുന്നു. കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുള്ളി വരുവാൻ ചെയ്തിരുന്നു. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളിതൊന്നും കെട്ടിപ്പൊക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം, ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. എവിടെയും എന്തിലും ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വ എന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് ഇതിനകത്തൊന്നും കുശുമ്പുമില്ല, എനിക്ക് എന്താ പറയുക, വളഞ്ഞ ബുദ്ധിയുമില്ല. അവിടെ നേരെ ചൊവ്വയെ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വയെ പറയാം. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ പോറിയായിട്ട്. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതൊക്കെ. അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെ, സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനോ മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല, ആശയവിനിമയമൊന്നുമില്ല. നമ്മളിന്നെന്താ ആശയവിനിമയം നടത്തിയത്? ഞാൻ വന്നിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടൊരു വാക്ക് പറഞ്ഞത്. മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പ്രശ്നമില്ല. 11 ജില്ലകളിൽ ഒരു പ്രശ്നമില്ലാതെ ഇപ്പൊ ഈ ശരിക്കും പറയാൻ ആലപ്പുഴയിൽ എത്തിയപ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ നിങ്ങളാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ പ്രസ് മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ അതിന് എന്നോട് അപ്പോളജി ചെയ്യണം. നിങ്ങൾ അതിനോട് അപ്പോളജി ചെയ്യണം. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞത്. തെളിവ് എൻ്റെ അടുക്കുണ്ട്. എങ്ങനെ കയ്യിലും തെളിവുണ്ട്. ഞാൻ ഇപ്പം സംസാരിച്ചിട്ട് ഞാൻ വരുന്നത്. അദ്ദേഹം ഭക്ഷണം കഴിച്ചു, ഇപ്പം സംസാരിച്ചു. ഒരു ആരോടും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സമരം, നമ്മളെ ഈ ജാഥ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഈ സംഭവത്തെ ചൊല്ലി AICCയുടെ ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, AICC രാഹുൽ ഗാന്ധിയാ? ഇല്ലല്ലോ. യേശുവായ പോയല്ലോ. രാവിലെ പോലെ അദ്ദേഹം പോയില്ലേ? നടത്തത്തിൽ ഓട്ടത്തില്ല. ചുമ്മാ വേറെ ഒന്നും നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പൊട്ടിക്കണം. അല്ലല്ല, ഇതിപ്പം നിങ്ങൾ എന്റെ പേരിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ഞാനല്ലേ ബ്രേക്ക് ചെയ്യേണ്ടത്. അതിലെന്തിരിക്കുന്നു?